Hello everyone, good morning. Again we are in our next history. Did you read what we studied in the last day? Did you read? Okay, last day we studied about Swaraj in rebellion in countryside. We saw about the Awadh peasants and Gudam rebels of Andhra Pradesh. Next we need to study next topic, that is Swaraj in the plantations. Again listen to them. What about the plantation? Plantation means Assamile tea gardens, that is a plantation. Assamile tea cultivate ചെയ്യുന്ന കണക്ക ദൂരത്തോളം കൾട്ടിവേഷൻ നടത്തുന്ന ഏരിയാസിനെയാണ് പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷേഴ്സിൻ്റെ അണ്ടറിൽ ഇന്ത്യൻസ് ടീ ഗാർഡൻ കൾട്ടിവേഷൻ നടത്തിയിരുന്നു ആസാമിൽ. അവരെ കുറിച്ചാണ് വി ആർ ഗോയിങ് ടു സ്റ്റഡി. ലിസൺ ടു ദം. വർക്കേഴ്സ് ടു ഹാർഡ് ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മഹാത്മാഗാന്ധി ആൻഡ് ദ നോഷൻ ഓഫ് സ്വരാജ്. ഓരോ വർക്കേഴ്സിനും അവരുടേതായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു, നോഷൻ ധാരണ ഉണ്ടായിരുന്നു അബൌട്ട് ദ സ്വരാജ്. ഗാന്ധിജി പറയുന്ന ബ്രിട്ടീഷേഴ്സിൽ നിന്നും ഇൻഡിപെൻഡൻസ് ആണെന്നെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ മുമ്പിലുള്ള പ്രോബ്ലം അതിനെ ഓവർകം ചെയ്യാന്നുള്ളതായിരുന്നു. ഫോർ പ്ലാന്റേഷൻ വർക്കേഴ്സ് ഇൻ ആസാം, ഫ്രീഡം മീൻ ദ റൈറ്റ് ടു മൂവ് ഫ്രീലി ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ കൺട്രോൾഡ് സ്പേസ്, കൺഫൈൻഡ് സ്പേസ് ഇൻ വിച്ച് ദേ വർ എൻക്ലോസ്ഡ്. അതായത് ഇന്ത്യൻസിനെ പല സ്റ്റേറ്റ്സിൽ നിന്നും കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആസാമിൽ തന്നെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അവിടെ കൺഫൈൻ ചെയ്തിരിക്കുക. കൺഫൈൻ എന്ന് പറഞ്ഞാൽ വേലി കെട്ടി മതിൽ കെട്ടി അവരെ പുറത്തോട്ട് പോകാൻ സമ്മതിക്കാതെ എന്താണ് ഏകദേശം നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന പണി രാത്രിയാവുന്ന വരെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന സിസ്റ്റമാണ് പ്ലാന്റേഷൻ വർക്കേഴ്സിൽ പ്ലാന്റേഷനിൽ ഉണ്ടായിരുന്നത്, ടീ ഗാർഡനിൽ ഉണ്ടായിരുന്നത് ആസാമിൽ. അപ്പോൾ അവരുടെ സ്വരാജ് എന്ന് പറയുന്നത് അവരെ കൺഫൈൻ ചെയ്തിരിക്കുന്ന ഏരിയാസിൽ നിന്നും ഫ്രീ ആയിട്ട് എൻക്ലോസ് ചെയ്തിരിക്കുന്ന അടച്ചിട്ട ഏരിയാസിൽ നിന്നും ഫ്രീ ആയിട്ട് മൂവ് ഇൻ ആൻഡ് ഔട്ട് അവർ വന്ന പ്ലേസിലോട്ടും ഇങ്ങോട്ടേക്കും ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫ്രീഡം. ഇറ്റ് ഈസ് സെയിം ഹിയർ. ഫോർ പ്ലാന്റേഷൻ വർക്കേഴ്സ് ഇൻ ആസാം, freedom meant the right to move freely in and out of the confined space in which they were enclosed. അവർ അടക്കപ്പെട്ട അവർ നിർത്തിയിരിക്കുന്ന സ്പേസിൽ നിന്ന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക, പുറത്തോട്ട് ഉള്ളിലോട്ട് മൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ സ്വരാജ് അല്ലെങ്കിൽ അവരുടെ ഫ്രീഡം. ആൻഡ് ഇറ്റ് മീൻ റിറ്റെയിനിങ് എ ലിങ്ക് വിത്ത് ദ വില്ലേജ് ഫ്രം വിച്ച് ദേ ഹാഡ് കം. അവരുടെ വില്ലേജിൽ അവരുടെ കുടുംബത്തിലോട്ട് പോകാനും തിരിച്ചു വരാനുമുള്ള ഒരു ഫ്രീഡമായിരുന്നു അവരുടെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ സ്വരാജ്. അണ്ടർ ദ ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട് ഓഫ് 1859 ബ്രിട്ടീഷേഴ്സ് ടീ ഗാർഡൻസിൽ ആസാമിലെ ടീ ഗാർഡൻസിലുള്ള വർക്കേഴ്സിന് വേണ്ടി കൊണ്ടുവന്നൊരു നിയമമാണ് ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട് ഓഫ് 1859. ചോദിക്കാറുണ്ട് കേട്ടോ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്ലാന്റേഷൻ വർക്കേഴ്സ് വർ നോട്ട് പെർമിറ്റഡ് ടു ലീവ് ദ ടീ ഗാർഡൻസ് വിത്തൗട്ട് പെർമിഷൻ. ടീ ഗാർഡനിൽ കൊണ്ടുവന്നിട്ട ജോലിക്കാർ ആ പ്ലാന്റേഷൻ വർക്കേഴ്സ് നോട്ട് പെർമിറ്റഡ് ടു ലീവ് ദ ടീ ഗാർഡൻ, ആ ടീ ഗാർഡനിൽ നിന്ന് പോകാൻ സമ്മതിക്കില്ല വിത്തൗട്ട് പെർമിഷൻ, യാതൊരുവിധ അനുവാദവും ഇല്ലാതെ എന്നുള്ളതാണ് ആ നിയമം പറയുന്നത്. വിച്ച് ഇസ് ദാറ്റ് ലോ ഓർ ആക്ട് ഇൻലാൻഡ് ഇമിഗ്രേഷൻ ആക്ട് ഓഫ് 1859. ഓക്കെ, വെൻ ദേ ബട്ട് ഇൻ ഫാക്ട് ദേ വർ റെയർലി ഗീവ് സച്ച് പെർമിഷൻ. അവർ പെർമിഷൻ ചോദിച്ചാലും എപ്പോഴെങ്കിലും കിട്ടിയാലായി അവർ വീടൊന്ന് പോയി വരുന്നതിന് വേണ്ടിയിട്ട് അത്രയും ഹാർഷായിട്ടുള്ള നിയമങ്ങളായിരുന്നു, അതിൽ ഹാർഷായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ വെൻ ദേ ഹേർഡ് ഓഫ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അപ്പോഴാണ് അവർ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ കുറിച്ച് ഹേർഡ്. തൗസൻഡ്സ് ഓഫ് വർക്കേഴ്സ് ഡിഫൈഡ് ദ അതോറിറ്റീസ്. ഡിഫൈഡ് എന്ന് പറഞ്ഞാൽ വെല്ലുവിളിച്ചു, അവരുടെ മാസ്റ്റേഴ്സിനെ അവർ വെല്ലുവിളിച്ചു. ലെഫ്റ്റ് ദ പ്ലാന്റേഷൻ, പ്ലാന്റേഷനിൽ നിന്ന് അവർ പോന്നു. ഹെഡഡ് ഹോം, വീട്ടിലെത്തണമെന്ന ചിന്തയോടെ. ദേ ബിലീവ് ദാറ്റ് ഗാന്ധി രാജ് വാസ് കമ്മിങ്, അല്ലേ, ഗാന്ധിജിയുടെ രാജ്യം വരുന്നുണ്ട്. ആൻഡ് എവരി വൺ വുഡ് ബി ഗിവൺ ലാൻഡ് ഇൻ ദെയർ ഓൺലി വില്ലേജസ്. അവരുടേതായിട്ടുള്ള വില്ലേജിൽ എല്ലാവർക്കും ലാൻഡ് തരുമെന്ന് അവർ ഇമാജിൻ ചെയ്തു അല്ലെങ്കിൽ വിശ്വസിച്ചു. ദേ ഹവർ നെവർ റീച്ച്ഡ് ദെയർ ഡെസ്റ്റിനേഷൻ. എന്നാൽ അവർ അവരുടെ വീടെത്തിയില്ല, ഡെസ്റ്റിനേഷനിലെത്തിയില്ല. സ്റ്റാൻഡഡ് ഓൺ ദ വേ ബൈ റെയിൽവേ, റെയിൽവേയുടെ ഇപ്പുറത്ത് അവരെന്ത് ചെയ്തു, ഒറ്റപ്പെട്ടു, അപ്പുറത്തോട്ട് പോകാൻ പറ്റിയില്ല. ആൻഡ് സ്ട്രീമർ ഷൈക്ക്, ഇപ്പുറത്തോട്ടോ സ്ട്രീമർ എന്ന് പറഞ്ഞാൽ കൊടി കയറിക്കൊണ്ട് മറ്റൊരു എന്താണ് സ്ട്രൈക്കും നടത്തി കുറേ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയും റെയിൽവേയുടെയും ഇടയിൽ അവർ ഒറ്റപ്പെട്ടു. ദേ വർ കോട്ട് ബൈ ദ പോലീസ്. അവിടെ വെച്ച് പോലീസ് അവരെ പിടിച്ചു. ആൻഡ് ബ്രൂട്ടലി ബീറ്റണം, നല്ല വിധം അടി പിടിച്ചു.
Okay, then about the tea plant, Swaraj and tea plantations in Georgia, you can write that paragraph from that paragraph. And about that, listen again to the workers too hard their own understanding of Mahatma Gandhi and the notion of Swaraj. For plantation workers in Assam, freedom means the right to move freely in and out of the confined space in which they were enclosed, and it meant retaining a link with the village from which they had come. Under the Inland Immigration Act of 1859, plantation workers were not permitted to leave the tea gardens without permission, and in fact, they were rarely give such permission. When they heard of non-cooperation movement, thousands of workers defied the authorities, left the plantations and headed home. They believed that Gandhi Raj was coming and everyone would be given land in their own villages. They, however, never reached their destination. Stranded on their way by the railway and steamer strike, they were caught by the police and brutally beaten up. The next paragraph. The vision of these movements. We saw our peasants, Avadala peasants, Gudam Hills tribal peasants, then plantation workers. The vision of these movements. These movements not defined by the Congress program. And Congress leaders idea considered ഈ മൂവ്മെൻറ്റ്സ് എല്ലാം സ്പ്രെഡ് ചെയ്തത്. They interpreted the term Swaraj in their own way. ഇവരെല്ലാം സ്വരാജ് എന്നുള്ള ടേം ഇൻ്റർപ്രറ്റ് ചെയ്തത് ഡിഫറെൻറ്റ് വേസിലാണ്. Imagining it to be time when all suffering and all trouble would be over. അല്ലേ, അവർ ചിന്തിച്ചത് എന്താണ്, അവരുടെ സ്വരാജ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് എല്ലാ സഫറിങ്സും എല്ലാ ട്രബിൾസും മാറുന്നൊരു സമയത്ത് അവർ ചിന്തിച്ചു. ആര്? ഈ കൺട്രി സൈഡിലുള്ള ആളുകൾ. Yet when the tribal chanted Gandhiji's name and raised a slogan demanding Swatantra Bharat, they were also emotionally relating to an all India agitation. ഗാന്ധിജി ട്രൈബൽസ് എന്ത് ചെയ്തു? ഗാന്ധിജിയുടെ എല്ലാ കാര്യങ്ങളും ഗാന്ധിജിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അവരുടെ ഓരോ മുദ്രാവാക്യങ്ങളും അവർ റേസ് ചെയ്തു. എന്ത്? സ്വതന്ത്ര ഭാരത് എന്നുള്ള പേരോട് കൂടിയിട്ട്. they were also emotionally relating to an all India agitation. അവരുടെ പ്രോബ്ലംസിനെതിരെയാണ് വർക്ക് ചെയ്തതെന്നുണ്ടെങ്കിലും ഓൾ ഇന്ത്യ അജിറ്റേഷൻ ആയിട്ട് തന്നെ അത് വളർന്നു എന്നുള്ളതാണ് പറയുന്നത്. when they acted in the name of Mahatma Gandhi, അല്ലേ, ഗാന്ധിജിയുടെ നെയിമിൽ അവർ പ്രവർത്തിച്ചു. അവർ ലിങ്ക്ഡ് their movement to that of Congress. അവരുടെ മൂവ്മെൻറ്റ് കോൺഗ്രസിൻ്റെ മൂവ്മെൻ്റ് ആണെന്ന് അവർ പറഞ്ഞു എന്നുണ്ടെങ്കിലും അതല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് അവരുടെ മൂവ്മെൻറ്റ്സ് അവർ ഫോളോ ചെയ്തത്. എങ്കിൽ പോലും they were identified with their movement. അവർ ഐഡൻറ്റിഫൈ ചെയ്തു അവർക്കും ഒരു മൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത്. വിത്ത് went beyond the limits of their immediate locality. അവരുടെ ലൊക്കാലിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ടല്ല, അതിന് പുറത്തോട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിട്ട് അത് വളർന്നു എന്നുള്ളതിനെ we can say. That is about our tea plantation workers and also about these movements, one paragraph. But because of a variety of reasons, non-cooperation Khilafat movement, ബ്രിട്ടീഷേഴ്സിനോട് സഹകരിക്കാത്തൊരു മൂവ്മെൻ്റ് ആണ് ഗാന്ധിജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദാറ്റ് ഈസ് ഖിലാഫത്ത് non-cooperation മൂവ്മെൻറ്റ് in which year? 1921. ആഫ്റ്റർ ദാറ്റ് ബിക്കോസ് ഓഫ് പല ആളുകളും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം എന്നുള്ള കാരണത്താൽ പലയിടത്തും വയലൻസ് പൊട്ടിപ്പുറപ്പെട്ടു. അത് കാരണത്താൽ എന്ത് ചെയ്തു? നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെൻറ്റ് കോൾഡ് ഓഫ് ചെയ്തു ബൈ ദ ഗാന്ധിജി. അല്ലെങ്കിൽ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് മറ്റൊരു മൂവ്മെൻ്റ് അയാൾ സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ഈസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. ദാറ്റ് വി ക്യാൻ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ഡേ within detail. And what we studied today, you should study well and study well. Okay, we can see in the next day with our next topic. Thank you.